എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ചെറിയൊരു വിഷു വീഡിയോ ആണ്. ഇത്തവണ വിഷുവിന് എൻ്റെ തൃശ്ശൂരിലെ സുഹൃത്തിനൊപ്പമായിരുന്നു. നിങ്ങൾക്കറിയാലോ തൃശ്ശൂർക്കാർക്ക് വിഷു എത്ര വിശേഷപ്പെട്ടതാണെന്ന്. വിഷുക്കട്ടയില്ലാത്ത ഒരു വിഷുവിനെ പറ്റി ഇവർക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അങ്ങനെ രാവിലെ തന്നെ വിഷുക്കട്ടയുടെ പണി തുടങ്ങി. കുറച്ച് തേങ്ങാപ്പാൽ ഉണ്ടാക്കി കൊടുത്തത് മാത്രമാണ് ഇതിൽ എൻ്റെ കോൺട്രിബ്യൂഷൻ. എത്ര ഒഴിച്ചാലും തേങ്ങാപ്പാൽ വിഷുക്കട്ടയിൽ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ പോരാന്ന് തോന്നും. പിന്നെ നന്നായിട്ട് ഇളക്കുകയും വേണം. അതാണ് വിഷുക്കട്ടയുടെ ഒരു മെയിൻ അധ്വാനം. അങ്ങനെ ഞങ്ങളുടെ റെഡിയായ വിഷുക്കട്ട നിർമ്മാണത്തിൽ വളരെ വർഷത്തെ പാരമ്പര്യമുള്ള എൻ്റെ പ്രിയ സുഹൃത്ത് നയന ഇവിടെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ചെറിയ കുട്ടികൾക്കുള്ള കൈനീട്ടം പരിപാടിയാണ്. അതും കുടുംബത്തിലെ ഗൃഹനാഥയായ അവൾ തന്നെ നിർവഹിച്ചു. ഇതാണ് ഞങ്ങൾ ഓർഡർ ചെയ്ത സദ്യ കിറ്റ്. 5 പേർക്കുള്ള കിറ്റാണിത്, ചോറ് ഉൾപ്പെടെയുള്ളത്. സാധാരണ ഞങ്ങൾ ചോറ് ഉൾപ്പെടാതെ കറികളും പായസങ്ങളും മാത്രമുള്ളതാണ് വാങ്ങാറ്. ഞങ്ങളിങ്ങനെ സ്ഥിരമായിട്ട് സദ്യ ഓർഡർ ചെയ്ത് കഴിക്കുന്ന പച്ച പരിഷ്കാരികളായിട്ട് നിങ്ങൾ കാണരുത്. കാരണം ഒരുപാട് വർഷം വിഷുവിനും ഓണത്തിനുമൊക്കെ ഇതെല്ലാം ഉണ്ടാക്കി കുഴഞ്ഞ ഒരു ബാല്യം ഞങ്ങൾക്കുണ്ട്. പപ്പടവും ഇലയും എണ്ണിച്ചുട്ട അപ്പം പോലെ 5 എണ്ണമേ തന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് വീണ്ടും പപ്പടവും ഇലയും ഒക്കെ വാങ്ങി വീണ്ടും പപ്പടം ഉണ്ടാക്കേണ്ടി വന്നു. വിഷുവിന് ഞങ്ങളുടെ മുഖ്യ അതിഥി ഞങ്ങളുടെ ബംഗാളി സുഹൃത്ത് ഷൈനിയായിരുന്നു. ഷൈനിയാണ് ഏതാഘോഷത്തിനും, കേരളത്തിലെ ഏതാഘോഷത്തിനായാലും ഓണത്തിനായാലും എല്ലാത്തിനും ഞങ്ങളെക്കാട്ടും മുമ്പ് ആവേശമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ വിഷുക്കട്ട ആദ്യം വിളമ്പിക്കൊണ്ട് സദ്യ തുടങ്ങി. മുകളിൽ ശർക്കരപ്പാനി. അത് 3-4 പീസ് കഴിച്ച് വയറ് നിറഞ്ഞ ശേഷമാണ് സദ്യയിലേക്ക് കടന്നത്. പാലടയും ഗോതമ്പുമായിരുന്നു പായസങ്ങൾ. സദ്യ കഴിഞ്ഞ് പുറത്തിറങ്ങി ഫോട്ടോസ് എടുക്കാനുള്ള പദ്ധതി മഴ കാരണം നടന്നില്ല. പിന്നെ വീടിനുള്ളിൽ തന്നെ കുറച്ച് ഫോട്ടോസ്, കുറച്ച് ഫൺ മൊമെൻറ്റ്സ്, എല്ലാവരും ഹാപ്പി. അല്ലെങ്കിലും ഈ ഒത്തുകൂടലും ചിരിയും കളിയും ഒക്കെയല്ലേ വിഷു തരുന്നൊരു സന്തോഷം. അതല്ലേ നമ്മെ അടുത്ത വിഷുവിനായിട്ട് കാത്തിരിപ്പിക്കുന്നതും. വീണ്ടും കാണാം. Yes,
കഴിച്ചോ?